സ്വാദിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ കൂടെ നമ്മൾ കുറുമക്കറി കൂട്ടി കഴിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കുറുമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത് വെജിറ്റബിൾ കുറുമയായിരിക്കും. എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും കൂടുതലും വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ചിക്കൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കുറുമ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇത് വളരെ ടേസ്റ്റിയാണ് ചിക്കൻ കുറുമ. മാത്രമല്ല ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഈ കുറുമ ഉണ്ടാക്കുവാനായിട്ട് ഞാനൊരു 3 സവാള എടുക്കുന്നുണ്ട്, ഒരു 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് കുറച്ച് ചേർക്കുകയോ അത് വേണമെങ്കിൽ ചേർക്കാതിരിക്കുകയോ ചെയ്യാം. നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു ചുവട് കട്ടിയുള്ള പാത്രം സ്റ്റവിൽ വെച്ച് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 3 ഏലക്ക ഇപ്പോൾ 4 ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു 4 കരയാമ്പൂ, ഒരു തക്കോലത്തിൻ്റെ പകുതി ഇത് ചേർത്തിട്ട് നല്ലതുപോലെ ചൂടാക്കണം. എണ്ണയിലിട്ടിട്ട് ഈ സ്പൈസസ് ഒന്ന് ചൂടാക്കണം. പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴണ്ടി കിട്ടുവാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് വഴറ്റിയപ്പോഴേക്കും സവാളയുടെയൊക്കെ നിറം മാറി അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇവിടെ ചേർക്കാനായിട്ട് 3 തരത്തിലുള്ള പൊടികളാണുള്ളത്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റി അതിനൊരു പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇവിടെ വളരെ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ കറിയുടെ എരിവ് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ പച്ചമുളകും കുരുമുളകിൻ്റെയും അളവ് കൂട്ടിയാൽ മതിയാവും. അത് കഴിഞ്ഞ ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ സവാള വഴറ്റിയതൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത ഈ മിശ്രിതം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ 1/2 കിലോ ചിക്കനിലോട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റോളം അടച്ച് മാറ്റി വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ അരപ്പ് പുരട്ടി വെച്ച ചിക്കൻ നേരത്തെ സവാള വഴറ്റിയ സെയിം പാത്രത്തിലോട്ട് തന്നെ മാറ്റി നല്ലതുപോലെ കുറച്ച് വെള്ളവും കൂടെ പാത്രം കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ചിക്കൻ വേവുന്നത് വരെ വേവിച്ചെടുക്കണം. എനിക്കിവിടെ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാനായിട്ട് മറക്കരുത്. എനിക്കിവിടെ ആദ്യമേ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി, അത് വെന്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിച്ചു. ആ 5 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 15 മിനിറ്റാണ് ഈ ചിക്കൻ വേവാനായിട്ട് എടുത്തത്. ഉപ്പ് നോക്കി പോരെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കുറുമയ്ക്ക് രുചിയും മണവും കൊഴുപ്പും കൊടുക്കുവാനായി ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, ഒരു 4 മുതൽ 5 മുതൽ വരെ അണ്ടിപ്പരിപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇവ ഒരു മിക്സിയുടെ ബൗളിലേക്ക് എടുത്ത് കുറച്ച് അല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുത്ത് ഈ ചിക്കൻ കറിയുമായി യോജിപ്പിക്കണം. അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ തിളക്കാനായി അനുവദിക്കുക. അതിനുശേഷം ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് മേമ്പൊടിയായി 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നാനിൻ്റെയും എല്ലാം കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്